സോണി ചെറുവത്തൂർ നമുക്കൊപ്പമുണ്ട്. ശ്രീ സോണി ചെറുവത്തൂർ, നമ്മൾ നേരത്തെ വിഴിഞ്ഞത്തേക്ക് പോയപ്പോൾ അവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞിട്ട് ഡേ സഞ്ജു നീ ഞങ്ങളുടെ മുത്താടാ പൊന്നാടാന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ടീമിനെ മുഴുവൻ അങ്ങനെ വിളിക്കുകയാണല്ലേ സോണി ചേട്ടാ? അതെ, യാതൊരു സംശയമില്ല. അത്തരത്തിലുള്ള ഗംഭീരമായ പ്രകടനം. ഒരുപക്ഷെ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഒരു കാലത്ത് ഓസ്ട്രേലിയൻ 50 ഓവറിന്റെ ഓസ്ട്രേലിയൻ ടീം അല്ലെങ്കിൽ അവരുടെ ടെസ്റ്റ് ടീം ലോക ക്രിക്കറ്റ് അടക്കിവാണതുപോലെയുള്ള അത്തരത്തിലുള്ള ഒരു പ്രകടനമാണ് ടീം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഈ T20 മത്സരങ്ങൾ ഉണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. തുടർച്ചയായി 2ാം ലോകകപ്പ് നേടുന്നു. അപ്പൊ തീർച്ചയായിട്ടും അതിൽ മലയാളി സാന്നിധ്യമുണ്ട്. മലയാളി സാന്നിധ്യം മാത്രമല്ല, മലയാളിയുടെ വലിയ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ ഓർത്തിരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു സോണിച്ചേരി, സഞ്ജുവിനെ സംബന്ധിച്ച് സഞ്ജുവിനെ കണ്ടുപഠിക്കാം. കാരണം ഇത്രയധികം പ്രഷർ എടുക്കേണ്ടി വന്ന ഒരു താരം കൂടിയാണ്. ആദ്യ 2 മത്സരങ്ങൾ, പിന്നീടുള്ള ഈ 3 മത്സരങ്ങളിൽ അതിനെല്ലാം മാറ്റി പ്രതിഷ്ഠിക്കുന്നതിൽ നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചാരണങ്ങൾ പല വിധത്തിൽ അത് ഒരു താരത്തെ സമ്മർദ്ദത്തിലാക്കാൻ നമ്മുടെ സ്നേഹം തന്നെ ചിലപ്പോൾ അധികമായി മാറുന്നു. അതൊരു ബുദ്ധിമുട്ടാവുന്ന സ്ഥിതിയുമുണ്ട് എന്നത് സത്യമാണ്. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നത് എനിക്കൊന്ന് വരാൻ പോകുന്ന താരങ്ങൾക്ക്, ഇതൊരു ക്രിക്കറ്റിൽ മാത്രമല്ല ലൈഫിൽ പോലും പ്രതിസന്ധികളെ എങ്ങനെ മറികടക്കണം, അത് വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് മറികടക്കണം എന്നുകൂടി പഠിപ്പിച്ചു തരികയാണ് സഞ്ജു. അല്ല, അത്തരത്തിലുള്ള വിമർശനങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമ്മർദ്ദമേറിയ സാഹചര്യങ്ങളോ ഒക്കെ തന്നെ സഞ്ജു അതിൽ നിന്നൊക്കെ പഠിക്കാനായിട്ട് ശ്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം T20 ലോകകപ്പിന്റെ ടീമിലേക്ക് വന്ന മത്സരം നോക്കുക. ആ ഒരൊറ്റ മത്സരത്തിൽ അദ്ദേഹം നല്ല ആ ഒരു ഇന്നിങ്സ് കളിച്ചില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തെ പാടെ തഴയാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. ഈഷൻ കിഷൻ ഫോമിലേക്ക് വരുന്നു, അല്ലെങ്കിൽ അഭിഷേക് ശർമ്മയുണ്ട്, അദ്ദേഹത്തിന് ടീമിൽ സ്ഥാനമേ ഇല്ലാതിരിക്കേണ്ടതാണ്. അദ്ദേഹത്തിന് സ്ഥാനം ലഭിച്ചു വന്ന സീരീസിൽ അദ്ദേഹം ഒരു മോശം ഫോമിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നത് എന്തൊക്കെ തരം വിമർശനങ്ങളായിരുന്നു അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നത്. ഇനി ചാൻസ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ഫുട് വർക്കിനെ പറ്റി, അദ്ദേഹത്തിന്റെ ഇനിഷ്യൽ മൂവ്മെന്റിനെ പറ്റിയൊക്കെ ധാരാളം വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം വിക്കറ്റ് വലിച്ചെറിയുന്നു എന്നൊക്കെ. പക്ഷെ ഇന്ന് അതേ സഞ്ജു തന്നെ തനിക്ക് സെഞ്ചുറി അടിക്കാനുള്ള വലിയ സാധ്യതകൾ ഉണ്ടായിട്ട് പോലും അതല്ല തനിക്ക് വേണ്ടത്. ടീമിനെ ഏറ്റവും നല്ല നിലയിലേക്ക് എത്തിക്കണം. അതിന് നിസ്വാർത്ഥമായി ബാറ്റ് വീശുന്ന സഞ്ജു സാംസൺ. ഈ സഞ്ജു സാംസണെയാണ് നമുക്ക് വേണ്ടത്. ഈ സഞ്ജു സാംസണെയാണ് നമുക്ക് സന്തോഷവും ഇഷ്ടവും. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സഞ്ജു മാൻ ഓഫ് ദ സീരീസ് പുരസ്കാരം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സന്തോഷകരമായി എനിക്ക് സഞ്ജു അതിൽ പോലും ഈ ധോണിയെ കുറിച്ച് നമ്മൾ പറയാനുള്ള ക്യാപ്റ്റൻ കൂൾ എന്ന പോലെ ഒരു കൂൾ സഞ്ജുവിനെയാണ് നമ്മൾ കാണുന്നത്. വളരെ എന്താ പറയുക, ഒരു അമിത ആഹ്ലാദമില്ലാതെ ആ പുരസ്കാരമൊക്കെ സഞ്ജു ഏറ്റുവാങ്ങുന്നപ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞ പോലെ ഈ സഞ്ജുവാണ് വേണ്ടത്. കാരണം വേണമെങ്കിൽ സഞ്ജുവിന് തന്നെ ലീഡ് എടുത്ത് സെഞ്ചുറിയിലേക്ക് പോകാമെന്ന്, പക്ഷേ ഒരു ടീം ലീഡ് അല്ലെങ്കിൽ പ്ലെയർ എങ്ങനെയാവണമെന്ന് കൃത്യമായി കാണിച്ചു വരുന്നു. കൂടെ നിൽക്കുന്നയാൾ കഴിഞ്ഞ മത്സരങ്ങളിൽ അദ്ദേഹം നേരിടുന്ന മാനസിക സമ്മർദ്ദം സഞ്ജു മനസ്സിലാക്കി കൃത്യമായി സ്ട്രൈക്ക് കൊടുക്കുകയും അതുകൊണ്ട് സഞ്ജുവിന്റെ ആ ഒരു പങ്കാളിത്തം തന്നെയാണ്, ഒരു പിന്തുണയാണ് അഭിഷേകിനെ. കൃത്യം എനിക്ക് തോന്നുന്നു പലപ്പോഴും സഞ്ജുവിന്റെ ചില ആക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അത് അഭിഷേകിനുള്ള ചില ഉപദേശങ്ങളായിരുന്നു കരുതുന്നു. അങ്ങനെ അഭിഷേക് 50 അടിക്കുന്നു, ഇഷാൻ കിഷൻ വരുമ്പോൾ ഇഷാനും കൃത്യമായി സ്പേസ് കൊടുക്കുന്നു. അപ്പോൾ എങ്ങനെ ഒരു ടീം പ്ലെയറായി നിൽക്കണം എന്നുകൂടി കൃത്യമായി അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചു, അത് പുതിയ ആളുകൾക്ക് കാണിച്ചു കൊടുക്കും. ചേട്ടാ, ഒപ്പം ഒരു ചോദ്യം, നമ്മൾ ഈ 2020 ലോകകപ്പിലെ മാൻ ഓഫ് ദ സീരീസ് ആയ കാര്യം പറയുമ്പോൾ ഇനി അങ്ങോട്ട് സഞ്ജു അടുത്ത 50-50 ലോകകപ്പും കളിക്കില്ലേ? അല്ല, സഞ്ജുവിന് എല്ലാ ഫോർമാറ്റും സഞ്ജു ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. സഞ്ജു ഒരുപാട് അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതിപ്പോ നേരത്തെ സൂചിപ്പിച്ച പോലെ 50 ഓവർ ലോകകപ്പ് മാത്രമല്ല, സഞ്ജുവിന് എന്തുകൊണ്ട് ഒരു ടെസ്റ്റ് മത്സരം കളിച്ചുകൂടാ, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് പ്ലെയർ ആയിക്കൂടാ എന്നുള്ളത് നമ്മളൊക്കെ ഇരുന്ന് ആലോചിക്കുന്ന കാര്യമാണ്. കാരണം വീരേന്ദ്ര സെവാഗിനെ പോലുള്ള താരങ്ങൾ ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചു മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കേരളത്തിന് വേണ്ടി മികച്ച പ്രകടനങ്ങൾ രഞ്ജി ട്രോഫിയിൽ കാഴ്ചവെക്കുന്ന സഞ്ജു സാംസൺ അതേ രീതിയിൽ തന്നെ ഒരുപക്ഷെ അതേ കൺസിസ്റ്റൻസിയോടുകൂടി ടെസ്റ്റ് മത്സരം കളിക്കാൻ സാധിച്ചേക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇന്ത്യയുടെ 3 ഫോർമാറ്റിനും ഒരു ശക്തിയായിട്ട് സഞ്ജു സാംസൺ ഉണ്ടാവും. അത് ഒരു പക്ഷേ സംശയിച്ചവരുടെ വിമർശിച്ചവരുടെ വായടച്ചുകൊണ്ടാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് സന്തോഷമുണ്ട്. ഈ പുതിയ ടീമിനെ എങ്ങനെ കാണുന്നു? ഇപ്പോൾ നോക്കിയാൽ കഴിഞ്ഞാൽ ചെറുപ്പം അല്ലേ, ഇങ്ങനെ ചോരത്തിളപ്പുള്ള ത്രസിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയൊക്കെ ഈ സെലക്ഷൻ ടീമിന് തന്നെ വലിയ പ്രഷറുള്ള കാര്യം ഇത്. ആരെ പിക്ക് ചെയ്യും, ആരെ ഒഴിവാക്കുമെന്ന്, അങ്ങനെ എല്ലാവരും അവരവരുടേതായ റോള് കൃത്യമായി. ഇപ്പം ചിലർക്ക് ഞാൻ ചില അവസരങ്ങളിൽ ചിലവർ മങ്ങിപ്പോകാറുണ്ട്, പക്ഷെ ആരും എഴുതി തള്ളാൻ കഴിയില്ല. കാരണം ഏത് നിമിഷത്തിലും ആരും ഫോമിലേക്ക് വരാവുന്ന അത്രയും ഒരു പ്രതിഭാ ധാരാളിത്തം എന്ന് പറയാം അല്ലേ സോൺ ചേട്ടാ, ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ക്രിക്കറ്റ് ശക്തി.
യാതൊരു സംശയമില്ല, പ്രതിഭകളുടെ ധാരാളിത്തം തന്നെയാണ്. താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ആരെ ഒഴിവാക്കണമെന്നുള്ളതിനെ പറ്റിയിട്ടാണ് ചർച്ചകൾ ഉണ്ടാവുക. ആര് വന്നാലും നമുക്കറിയാം, യാതൊരു സ്പേസിൽ ഉണ്ടാവാതിരുന്ന ഇഷൻ കിഷൻ ആഭ്യന്തര ക്രിക്കറ്റിലെ പെർഫോമൻസിന്റെ പേരിൽ അന്താരാഷ്ട്ര ടീമിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിലേക്ക് വരുന്നു, അവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രകടനം നോക്കുക, അദ്ദേഹം വളരെ മികച്ച രീതിയിൽ ആ ഒരു വലിയ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ തയ്യാറായി തന്നെയാണ് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സെമിഫൈനലൊക്കെ കാണാൻ KL രാഹുൽ ഉള്ളപ്പോൾ അദ്ദേഹം ഒരു മോശം പ്ലെയർ ആണോ? അല്ല. ഒരുപക്ഷെ 2 ആദ്യ 11 എടുക്കാൻ, അല്ലെങ്കിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 2 11 ഇടാൻ പാകത്തിലേക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് വളർന്നിട്ടുണ്ട്. ഒരുപക്ഷെ T20 ക്രിക്കറ്റിൽ പ്രത്യേകിച്ച് ഒന്ന് എടുത്തു പറയണം. അതിന്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു ഫ്രാഞ്ചൈസി ലീഗ് ആയിട്ടുള്ള IPL തന്നെ ആയിരിക്കും. നമ്മുടെ ചുള്ളൻ ചെക്കന്മാർ വരുന്ന സമയത്ത് അവര് റെഡിമെയ്ഡ് ആയിട്ടാണ് വരുന്നത്. അവർക്ക് ഈ ഒരു സാഹചര്യവും അല്ലെങ്കിൽ ഒരു സമ്മർദ്ദവും ഒക്കെ ഒരു പ്രശ്നവും ഇല്ലാന്ന് തോന്നിപ്പോകുന്നു. ഈ സ്കൈ എങ്ങനെ നമ്മുടെ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇന്ന് സ്കൈക്ക് അധികം സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ പെട്ടെന്ന് പുറത്തുപോയി, പക്ഷേ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ നല്ല ഒരു ഒത്തിണക്കം ടീമിൽ ഉണ്ടാക്കാനൊക്കെ സൂര്യകുമാർ യാദവിന് കഴിയുന്നുണ്ട്. അല്ല, അത് പറഞ്ഞപ്പോ സോണി ചേട്ടാ ഒരു കാര്യം കൂടെ, ഇന്ന് ആദ്യത്തെ ക്യാച്ച് ദുബൈ വിട്ടപ്പോ, ഒരുപക്ഷെ ആദ്യത്തെ ക്യാച്ച് വിട്ടപ്പോ നമ്മള് ഒരുപക്ഷെ ഒരു സമ്മർദ്ദത്തിലാണല്ലോ സ്വാഭാവികമായിട്ട്. സോണി ചേട്ടാ, അത്രയും അവസാന പന്തുകളിൽ ദുബൈ അടിച്ച ഗംഭീര അടിയാണ്. അപ്പോൾ ദുബൈ മിടുക്കനാന്ന് പറഞ്ഞ് അശ്വിൻ തന്നെ ആ ക്യാച്ച് വിട്ടപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്തത്? അപ്പോൾ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് കൂടിയാണ്. ഒറ്റ നിമിഷത്തിന് നമ്മളിപ്പോൾ മമ്മൂട്ടിയെ ചീത്ത വിളിച്ച പോലെയാണ്. ഒറ്റ നിമിഷത്തിന് ഒരാളെ നമ്മൾ ചീത്തയാക്കി കളയും, നല്ല ആക്കി കളയും. പക്ഷേ സ്കൈ ആയി ചെയ്തില്ല, പുള്ളി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തട്ടിയിട്ട് കുഴപ്പമില്ല മോനെ എന്ന് പറയണം. അപ്പൊ അതൊരു ഒരു ലീഡർക്ക് വേണ്ട ക്വാളിറ്റി ആണല്ലോ. അല്ല, യാതൊരു സംശയമില്ല. ആ ക്വാളിറ്റി ഒരുപക്ഷെ മത്സരത്തിനകത്ത് അല്ലെങ്കിൽ ഗ്രൗണ്ടിനകത്ത് തന്റെ താരങ്ങളെ കൃത്യമായി സപ്പോർട്ട് ചെയ്യുന്നതിനപ്പുറത്ത് ഒരു നല്ല ക്ലാരിറ്റി പ്ലേയേഴ്സിന് നൽകാനായിട്ട് സൂര്യകുമാർ യാദവിന് സാധിച്ചിട്ടുണ്ട്. അതിനൊരു പരിധിവരെ ഗൗതം ഗംഭീർ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നമ്മൾ ഇത്രയും കാലമുള്ള സഞ്ജു സാംസനെ പറ്റി ആലോചിക്കുക. അദ്ദേഹം എപ്പോഴാണ് തന്റെ ടീമിൽ, ഒരുപക്ഷെ ആ സൗത്ത് ആഫ്രിക്കൻ സീരീസിനടുത്തൊക്കെയാണ് അദ്ദേഹം കൃത്യമായി ആ ടീമിൽ ഒരു സ്ഥിര സാന്നിധ്യമായിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ടീമിനകത്തൊരു സ്ഥാനമുണ്ട്, എന്നെ ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ധൈര്യം തരാൻ ആളുകളുണ്ട് എന്നുള്ളത് പലപ്പോഴും സ്കൈ ക്യാപ്റ്റനെ വന്നതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത്. നീ തോറ്റാലും ജയിച്ചാലും, അല്ലെങ്കിൽ നീ പെർഫോം ചെയ്താലും ഇല്ലെങ്കിലും തുടർച്ചയായി 5 മത്സരങ്ങൾ നിനക്ക് ലഭിക്കും എന്നുള്ള ഒരു വാഗ്ദാനം സഞ്ജുവിന് ആദ്യമായി കൊടുത്തത് സൂര്യകുമാർ യാദവാണ്. ആ ഒരു സ്നേഹവും ഇഷ്ടവും സഞ്ജു സാംസണ് അദ്ദേഹത്തിനോടുണ്ട്. സൂര്യകുമാറിനും ആ ഒരു ഇഷ്ടം ഈ കുഞ്ഞനുജനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കൈയാണ് ഇതേ. നമ്മൾ ഈ സഞ്ജുവിന്റെ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ അഭിഷേക് നായരെ ഒഴിവാക്കണോ, അല്ലേ, ഇഷാൻ കിഷൻ ഒഴിവാക്കണോ എന്ന് സ്കൈ ചോദിക്കും. പിന്നീട് സഞ്ജു ഗംഭീരമായി പ്രകടനം കാഴ്ചവെക്കുമ്പോൾ ക്യാപ്പ് ഊരിയിട്ട് ആ ഒരു ആദരവ് കാണിക്കണം. അപ്പോൾ അതാണ് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്. അദ്ദേഹം ആദ്യം ചോദിച്ചതിന് നമ്മൾ എനിക്കിവിടെ പലയിടത്തും സോഷ്യൽ മീഡിയയിൽ ആളുകൾ വിമർശിക്കുകയത്, പക്ഷേ അദ്ദേഹം ആ ഓരോ താരങ്ങൾക്കും അതാത് സ്പേസ്, അല്ലെങ്കിൽ അവരൊക്കെ വാല്യുബിൾ ആണ് എന്ന് കൂടി പറയുകയായിരുന്നു സൂര്യകുമാർ യാദവ്. അല്ല, അങ്ങനെ തന്നെയാണ്. അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറയുക മാത്രമല്ല, അവർക്ക് അത്തരത്തിലുള്ള കരുതലും ഒരു പ്രൊട്ടക്ഷനും അദ്ദേഹം നൽകുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. കാരണം അദ്ദേഹം സഞ്ജുവിനെ പോലുള്ള താരത്തിനെ ടോപ്പ് ഓർഡറിൽ ഒരു എക്സ് ഫാക്ടറായിട്ട് വേണം. ഇത്തരത്തിലുള്ള വലിയ പ്രകടനങ്ങളിലേക്ക് സഞ്ജു സാംസൺ പോകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല പക്ഷെ അന്ന് ആ ഒരു തീരുമാനം എടുത്തത്. കാരണം ഇത്രയും ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉള്ള ഒരു ടീമിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കുകയും അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഒരു മത്സരം ജയിപ്പിക്കും. അവന്റെ ബാറ്റിൽ കൊണ്ടാ നമ്മൾ കളി ജയിക്കും. അത്തരത്തിലുള്ള പ്ലെയർ അവന്റെ പെർഫോമൻസ് നോക്കാതെ ടീമിന് വേണ്ടി കളിക്കുമെന്നുള്ള ഒരു ധാരണയും വിശ്വാസവും സൂര്യകുമാർ യാദവിനുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഫൈറ്റ് ചെയ്തിട്ടാണെങ്കിലും സഞ്ജുവിനെ ലോകകപ്പിന്റെ സ്ക്വാഡിലേക്ക് ഇട്ടത്. അതിനുശേഷം ഈ സൂര്യകുമാർ യാദവും ഇനിയിപ്പോ ഗൗതം ഗംഭീറിൽ ആര് വിചാരിച്ചാലും ഒരുപക്ഷെ ആ ഫോമിൽ കളിച്ചിരുന്ന അഭിഷേക് ശർമ്മയും ഈശാൻ കിഷനെയും തിലക് വർമ്മയും മാറ്റിയിട്ട് സഞ്ജു സാംസനെ കളിപ്പിക്കണമെന്ന് എത്ര ബുദ്ധിമുട്ടിയാലും ചിലപ്പോൾ സംഭവിക്കണമെന്നില്ല. പക്ഷെ അവിടെയും സഞ്ജുവിന് തുണയായത് വലങ്കൈൻ ബാറ്റർ ആയിരുന്നല്ലോ എന്നുള്ളതാണ്. അത് സത്യത്തിൽ ഏറ്റവും മികച്ച ഒരു തീരുമാനമായിരുന്നു. നമ്മുടെ സന്തോഷകരമായ ആ നിമിഷമാണ്. ഗൗതം ഗംഭീർ, ഇഷാൻ കിഷനും ഒക്കെ ഇങ്ങനെ വാരിപ്പുണർന്ന് നിൽക്കുകയാണ്. ശിവൻ ദുബൈയൊക്കെ അടുത്തുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങൾ തൊട്ടുമുമ്പ് സോണിച്ചേട്ടാ തൊട്ടുമുമ്പ് ദൃശ്യങ്ങൾ കാണിച്ചത് നമ്മുടെ 5 കിരീടങ്ങൾ, അതായത് 83 തൊട്ട് ഇങ്ങോട്ടുള്ള 5 ഇന്ത്യയുടെ 5 കിരീട നേട്ടങ്ങളുടെയും ദൃശ്യങ്ങൾ നമ്മളെ സ്ക്രീനിൽ കാണുകയുണ്ടായി. അപ്പോൾ അതിലൊരു കൗതുകം കൂടെ ഉള്ളത് ഈ 5 നേട്ടങ്ങളിലും 83-ലായാലും 2007-ലെ T20-ലായാലും 2011-ലായാലും പിന്നീട് കഴിഞ്ഞ T20-ലായാലും ഈ നേട്ടത്തിലായാലും ഒക്കെ എല്ലാത്തിനും ഒരു മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു. 1983-ൽ സുനിൽ വത്സർ ഉണ്ടായിരുന്നു. പിന്നീട് ശ്രീശാന്തും സഞ്ജു സാംസൺ കഴിഞ്ഞ ലോകകപ്പിലും ഉണ്ടായിരുന്നു, ടീമിൽ ഇത്തവണയും ഉണ്ട്. അപ്പോൾ എല്ലാ നേട്ടങ്ങളിലും, എല്ലാ കിരീട നേട്ടങ്ങൾക്ക് പിന്നിലും ടീമിൽ ഒരു മലയാളി സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടെ ഒന്ന് എടുത്തു പറയേണ്ടതാണ്, അല്ലേ സോണി ചേട്ടാ?
ഭാഗ്യത്തിന്റെ കണക്ക് പറയുന്ന സമയത്ത് പലപ്പോഴും അത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഒരു മലയാളി വേണം, അതുകൊണ്ട് കൊണ്ടുപോയേക്കാം, അതുകൊണ്ട് സഞ്ജുവിനെ കൊണ്ടുപോയി കളി ജയിച്ചു എന്നുള്ള ഒരു കാര്യം. പക്ഷെ ഈ മലയാളി ഇല്ലെങ്കിൽ ഒരു പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മള് വെസ്റ്റ് ഇൻഡീസ് കളി കാണുന്നത് കണ്ടുകൊണ്ടിരിക്കേണ്ട വന്നേനെ. അത്രത്തോളം ഗംഭീരമായ ഒരു ഇമ്പാക്ട് ആണ് അദ്ദേഹത്തിന് ഈ ഒരു മലയാളിക്ക് ഈ ലോകകപ്പിൽ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. മറ്റേതെങ്കിലും സ്പോർട്ടിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗംഭീരമായ പ്രകടനം ഒരു മലയാളിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയം ബാക്കി നിൽക്കുകയാണ്. 2007 ശ്രീശാന്തിന്റെ ഭാഗത്തുനിന്നും മികച്ച പ്രകടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. പ്രത്യേകിച്ച് സെമിഫൈനലൊക്കെ അദ്ദേഹത്തിന്റെ സ്പെല്ല് നമ്മൾ മറക്കാൻ സാധിക്കുന്ന ഒരു സ്പെല്ലായിരുന്നില്ല. പക്ഷെ ഇത്രത്തോളം ഇമ്പാക്ട്ഫുൾ ആയിട്ട് ഏറ്റവും നിർണായകമായ സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ഇമ്പാക്ട്ഫുൾ ആയിട്ട് ഇന്നിങ്സ് കളിച്ച സഞ്ജുവിന്റെ പ്രകടനം ഒരുപക്ഷെ ഒരു മലയാളിയും മറക്കാനിടയില്ല. വരുൺ ചക്രവർത്തി തന്റെ മോനെ അല്ലേ, വരുൺ ചക്രവർത്തി മോനാണ്. അപ്പോൾ തോളത്തിരുത്തി ഇങ്ങനെ അത് ഒരു ഇത് പറയുമ്പോ ആ ദൃശ്യങ്ങളിൽ ഒരു കാര്യം കൂടി ഉണ്ട്. ന്യൂസിലാൻഡിന്റെ നിരാശ, അതും കൂടെ നമ്മൾ ഒരുപക്ഷെ ഈ നോക്കൌട്ടുകളിൽ കൃത്യമായി കളി മറക്കുന്ന ടീം എന്നൊക്കെ പറയുന്ന ദക്ഷിണാഫ്രിക്ക, ന്യൂസിലാൻഡ് ഇതുപോലുള്ള ടീമുകളാണ്. അപ്പോൾ അവർക്ക് ഇത്തവണയും നിരാശയാണ്. ഒരുപക്ഷെ ഒരു കപ്പ് ഈ ഏകദിന ലിമിറ്റഡ് ഓവർ മേഖലയിൽ ഒരു കപ്പ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷെ ഇത്തവണയും കിട്ടിയില്ല. ന്യൂസിലാൻഡിന് വീണ്ടും കാത്തിരിക്കുകയല്ല. പക്ഷേ എനിക്ക് തോന്നിച്ചാൽ ഇന്ന് ദക്ഷിണാഫ്രിക്ക ആയിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ സന്തോഷിക്കുമ്പോഴും നമ്മൾ സൈഡിൽ കഷ്ടമായി പോയെന്ന് പറഞ്ഞേരേ. അല്ല, പക്ഷെ അതിന് മുമ്പേ നമ്മള് കുറച്ച് മുമ്പേ കഷ്ടമായി പോയല്ലോ എന്ന് പറയേണ്ടി വന്നു. കാരണം സെമി ഫൈനലിൽ തന്നെ ആ ഒരു കഷ്ടം അനുഭവിച്ച് മാറുകയായിരുന്നു. പക്ഷെ ഇതാണ് പലപ്പോഴും ഒരു ചാമ്പ്യൻ ടീമിനെ വ്യത്യസ്തമാക്കി. ഇത്തരത്തിലുള്ള സമ്മർദ്ദമേറിയ സാഹചര്യങ്ങളിൽ എന്തൊക്കെ തരം അൺസർട്ടനിറ്റീസ് ഉണ്ടാകുമ്പോഴും അതിനെ മറികടക്കാൻ പാകത്തിലേക്കുള്ള മാച്ച് വിന്നേഴ്സ് പലപ്പോഴും അത്യാവശ്യമാണ്. ന്യൂസിലാൻഡിനെ സംബന്ധിച്ചോളം മികച്ച ടീമാണ്, സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇന്ന ആളാണ് വിജയിപ്പിക്കുന്നതെന്ന് പറയാൻ സാധിക്കില്ല. പല പ്രാവശ്യം നോക്കിക്കഴിഞ്ഞാലും പലപ്പോഴും ന്യൂസിലാൻഡ് ടീം അങ്ങനെ തന്നെയാണ്. അവരുടെ കാലാകാലങ്ങളായിട്ടുള്ള സ്ഥിരതയാർന്ന പ്രകടനം. പക്ഷെ ഒരു വലിയ ചാമ്പ്യൻഷിപ്പ് അടിക്കാൻ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അത് ഈ കുറിയും അത് തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. അവർക്കൊരു സഞ്ജു സാംസണോ ജസ്പ്രീത് ബുംറയോ അത്തരത്തിലുള്ള ഒരു എക്സ് ഫാക്ടർ ഉള്ള താരങ്ങളുടെ അഭാവം തന്നെയായിരിക്കും അതിന്റെ കാരണം എന്ന് എനിക്ക് തോന്നുന്നു. ശരി, അങ്ങനെ ഏറ്റവും ആവേശകരമായ ഒരു രാത്രി ഇല്ലേ, ഇത്രയും സന്തോഷകരമായ ഈ സമീപകാലത്ത് ഇങ്ങനെ ഒരു രാത്രി ഇന്ത്യക്കാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അത്രയും സന്തോഷം നിറഞ്ഞാണ്. പ്രത്യേകിച്ച് നമ്മുടെ യുവ താരങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ 50 ഓവർ മാച്ചിനേക്കാളും 2020 നമ്മുടെ യുവാക്കളുടെ ഒരു കൂട്ടമാണ്. അതായത് നമ്മുടെ അടുത്ത കുറച്ച് വർഷങ്ങൾ സേഫാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പം 50 ഓവർ മാച്ചാണ്. അതെ, 50 ഓവർ മാച്ചാണെങ്കിൽ പലരും ചിലപ്പോൾ ആ വേൾഡ് കപ്പ് കഴിയുമ്പോൾ പിൻവാങ്ങുന്നവരൊക്കെ ആകാം അല്ലേ. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത നമുക്ക് 50-50 നമുക്ക് ഉറപ്പാണ്. അല്ലെങ്കിൽ അടുത്ത 2020 നമ്മുടെ ഒരു ടീം ഇങ്ങനെ സെറ്റായി വരികയാണ്. പിന്നാലെ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനത്തെ ഒരു പ്രതീക്ഷയും കൂടെ ഈ വിജയം നൽകുന്നുണ്ട് അല്ലേ. അല്ല, യാതൊരു സംശയമില്ല. ഇത് ഒരു യങ് ടീമാണെന്നുള്ളത് മാത്രമല്ല, ഈ യങ് ടീമിന് ഇപ്പൊ തന്നെ അത്യാവശ്യത്തിൽ കൂടുതൽ പരിചയസമ്പത്തും ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പരിധി വരെ കാരണം IPL തന്നെ ആയിരിക്കാം. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, നമ്മുടെ പുതിയ താരങ്ങൾ അല്ലെങ്കിൽ വിരാട് കോഹ്ലിയോ രോഹിത് ശർമ്മയോ മാറി നിന്നിട്ട് നമ്മുടെ പുതിയ താരങ്ങൾ വരുമ്പോഴും യാതൊരു കുറവുമില്ലാതെ ആ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ടെന്നുള്ളത് നമ്മുടെ ബെഞ്ച് സ്ട്രെങ്ത് എത്രത്തോളം ശക്തമാണെന്ന് കാണിക്കുകയാണ്.